ഗൈസ്, ഒരു പടം ഇറങ്ങി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി സ്റ്റാർ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ഒരു കൊറോണം അത് കണ്ടിട്ട് ജിമ്മിൽ കയറുന്നതാണ് ആ ഒരു കാറ്റഗറിയിൽ പെടതാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരിക്കലും ആ പരിപാടി നിർത്തിപ്പോയിട്ടില്ല. ഞാൻ ആ മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്തിട്ട് തന്നെ പരിപാടി പ്രോഗ്രസ് ചെയ്ത് കൊണ്ട് ഞാനും ഈ ഹൃതിക് റോഷൻ, ഉണ്ണി മുകുന്ദനും, സൂര്യ, വിക്രം ഇവരുടെ പടങ്ങൾ കണ്ടിട്ട് ഞാൻ ഈ പരിപാടി ആ ഒരു ആ ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ട്രെയിൻ ചെയ്യും. നമ്മൾ ആ ഒരു സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യും ആ ഒരു ബോഡി അച്ചീവ് ചെയ്യും കറക്റ്റ് അതുപോലെ തന്നെ കിട്ടും. കാരണം നമ്മുടെ ലൈഫും ഈ സെലിബ്രിറ്റി സ്റ്റാർസിന്റെ ലൈഫും ഭയങ്കര വ്യത്യാസമാണ്. ഈ സെലിബ്രിറ്റി സ്റ്റാർസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അവർക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, ടയർ 1 ജിമ്മിൽ ട്രെയിൻ ചെയ്യും, നല്ല പ്രോട്ടീനുള്ള ഫുഡും കിട്ടും, നല്ല റിക്കവറിയും ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതിലൊക്കെ കുറച്ച് നല്ലപോലെ ലിമിറ്റേഷൻസ്. അപ്പോൾ റിസൾട്ട്സ് അതിനനുസരിച്ചിട്ട് ഡൗൺ ആവുകൊണ്ടിരിക്കും. പിന്നെ സെലിബ്രിറ്റി സ്റ്റാർസ് മിക്കൊരു നാച്ചുറൽ അല്ല. അപ്പോൾ മിക്ക ഫിലിം സ്റ്റാർസും അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാർസ് പറയും നാച്ചുറൽ ആണ്. പക്ഷെ ആ ട്രാപ്പിൽ നമ്മൾ വീഴരുത്. ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. കാരണം അവരുടെ പ്രീവിയസ് പടങ്ങളിൽ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ പിന്നെ ഒരു മാസം കൊണ്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നല്ലൊരു സെറ്റ് ബോഡി ആക്കി കഴിഞ്ഞു വെച്ചാൽ അത് എന്തായാലും നാച്ചുറൽ അല്ല. നാച്ചുറൽ ആവണമെങ്കിൽ എന്തായാലും അതിനനുസരിച്ചുള്ള ടൈം എടുക്കും. അപ്പോൾ ഞാനും കുറ്റപ്പെടുത്തല്ല. എന്തായാലും നല്ലൊരു പണിയെടുത്ത് തന്നെയാലും അതിപ്പോൾ നാച്ചുറൽ ആണെങ്കിലും അല്ലെങ്കിലും നല്ല പണിയെടുത്താൽ ഈ ബോഡി റിസൾട്ടും കിട്ടും. അപ്പോൾ ആർക്കും ഹെയ്റ്റ് ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഈ PR അടിക്കണം. ഇന്ന് PR ന്റെ ദിവസം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ സ്ട്രോങ് ആൻഡ് ഹാപ്പി ലിവിങ്.